കേക്കാട പോഡ്കാസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ SIRന്റെ റിപ്പോർട്ട് പ്രകാരം ബീഹാറിലെ വോട്ടർ പട്ടികയിൽ കുറെ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അടുത്ത മാസത്തിൽ ഇലക്ഷൻ വരാൻ നിൽക്കുകയാണ്. അപ്പോൾ ശരിക്കും അവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. ഏകദേശം നമ്മുടെ രാജ്യത്ത് 100 കോടിയോളം ആളുകൾ വോട്ടർമാരാണ്. ഇതിൽ പ്രധാനമായിട്ടും ഇപ്പം SIR വന്നതിന് ശേഷം ഈ രാഹുൽ ഗാന്ധിയാണ് ഈ വോട്ടർ പട്ടിക പരിഷ്കരണം ഇതിൽ മുന്നിൽ കൊണ്ടുവരുന്നത്. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഇപ്പൊ അവിടെ ബീഹാറിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത മാസം 6-ാം തീയതി ആദ്യഘട്ടം, 11-ാം തീയതി രണ്ടാം ഘട്ടം, 14-ന് റിസൾട്ടുമാണ്. ഇതില് പ്രധാനപ്പെട്ട ഒരു സംശയം തന്നെ അവിടെ എല്ലാവർക്കും വോട്ട് ഉണ്ടോ എന്നുള്ളതാണ്. ഏകദേശം 65 ലക്ഷം മുതൽ 1 കോടിയോളം ആളുകളെ വോട്ട് അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാ. പിന്നെ പ്രധാനമായിട്ടും നമുക്കിതിൽ പറയുന്നത് പിന്നെ ന്യൂനപക്ഷ ആളുകളെ വോട്ടാണ് വെട്ടിച്ചുരുക്കിയത്. അതായത് പിന്നെ BJPക്ക് വോട്ട് കുറവുള്ളിടത്ത് അവര് വോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അഥവാ കോൺഗ്രസിന് വോട്ട് കൂടുതലുള്ളിടത്ത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഉള്ള ആരോപണമാണ് രാഹുൽ ഗാന്ധി അവിടെ ഉന്നയിക്കുന്നത്. ഇനി നമുക്ക് ബീഹാറിലെ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ ബീഹാറിലെ ഒരു പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ, ബീഹാർ എന്നത് പിന്നോക്ക വിഭാഗം, അതായത് അതിദരിദ്രരാണ് അവിടുത്തെ ആളുകൾ. പട്ടിണി പാവങ്ങള്, അടിസ്ഥാന സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ല കാര്യമായിട്ട്. ഏകദേശം 20 വർഷത്തോളം നിതീഷ് കുമാർ അവിടെ ഭരിക്കുന്നുണ്ടെന്ന് തോന്നാലും അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും മെച്ചപ്പെട്ടിട്ടായിട്ട് സമയത്താണ് വോട്ടും നഷ്ടപ്പെടുന്നത്. നിലവിൽ ഇപ്പൊ അവിടെ ഭരിക്കുന്നത് NDA മുന്നണിയാണ്. BJPയും നിതീഷ് കുമാറിന്റെ JDU തമ്മില്, പിന്നെ ചെറിയ പാർട്ടികൾ വേറെയുണ്ട്. LJP, JM, അങ്ങനെ ചെറിയ പാർട്ടികൾ വേറെയുണ്ട്. കഴിഞ്ഞ ഇലക്ഷന് ഏകദേശം അവര് 243 സീറ്റാണ് അവിടെ ആകെ ഉള്ളത്. അതിൽ 125 സീറ്റ് പിടിച്ചു. അതായത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഏകദേശം 2 സീറ്റിന്റെ വ്യത്യാസത്തിലാണ് അവിടെ ഭരണം പിടിക്കുന്നത്. ഇനിയിപ്പം 2020 ശേഷം 25-ന് ഇപ്പൊ ഇലക്ഷൻ വരികയാണ്, ബീഹാറിലെ ഇലക്ഷൻ വരികയാണ്. അടുത്ത 17-ാം തീയതി അവിടെ നാമനിർദ്ദേശം പത്രിക സമർപ്പിക്കേണ്ട അവസാനത്തെ തീയതികളാണ്. നിലവിൽ അവിടെ BJP അവിടെ ഏകദേശം 71ഓളം സീറ്റിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ഈ വോട്ട് ചോരി നടന്നേ, വോട്ടധികാരിയാക്ക ആ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന് വോട്ട് കിട്ടാൻ സാധ്യത? രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ പറയുന്നത് സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ വോട്ട് ചെയ്യാൻ ആളുകൾ, ഈ ഒരുപാട് ആളുകൾ വോട്ട് വെട്ടിച്ചുരുക്കില്ലേ. ഇപ്പൊ ആ വിഷയം കേന്ദ്രത്തില് പിന്നെ സുപ്രീം കോടതിയിലാണ് ഇത് വിഷയം നിലനിൽക്കുന്നത്. ഇലക്ഷൻ കമ്മീഷന് ഒരു കൃത്യമായ മറുപടി ഇതുവരെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു കാര്യത്തിന് ഒരു മറുപടി കൊടുത്തില്ല. ഇപ്പൊ അവിടെ പിന്നെ വോട്ടില്ലാത്ത ആളുകൾക്ക് അവരോട് പിന്നെ ചോദിച്ച രേഖകൾ എന്താ വെച്ചാല് പാസ്പോർട്ട്, അത് വേണം, ഇവരെ വിദ്യാഭ്യാസത്തിന്റെ ഒരു സർട്ടിഫിക്കറ്റ്, വേറെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. ഇപ്പൊ പാസ്പോർട്ടിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബീഹാറിൽ ആ 10% ആളുകൾക്ക് പോലും അവിടെ പാസ്പോർട്ട് ഇല്ല. അവരവിടെ അന്നത്തെ ജീവിതം എങ്ങനെയെങ്കിലും മുന്നോട്ട് പോവാന്നുള്ള നിൽക്കാതെ പാസ്പോർട്ട് അവർക്കില്ല. അത് വേണം. പിന്നെ വിദ്യാഭ്യാസ SLC പോലത്തെ സർട്ടിഫിക്കറ്റ് അതൊന്നും അവർക്കില്ല. അപ്പൊ ഇതുപോലത്തെ പിന്നെ ഇവര് പിന്നെ ആധാർ കാർഡ്, റേഷൻ കാർഡ്, ഇതൊക്കെയാണ് പിന്നെ ID കാർഡ്. ഈ കാർഡൊന്നും എന്തല്ല, വാല്യൂ അല്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. അപ്പം നമ്മളെ പ്രധാനപ്പെട്ട ഒരു ID ആയിട്ടുള്ള കാര്യമാണ് റേഷൻ കാർഡ്, അതേപോലെ ID കാർഡ്, ആധാർ കാർഡ്. ആധാർ കാർഡിൽ തന്നെ പറയുന്നത് എന്താ, മേര ID മൈ ആധാർ എന്നുള്ളൊരു വാക്കാണ്. അപ്പൊ ഈ ഒരു സംഭവം പോലും എന്താണ്, ഇതിനെ ഈ തിരഞ്ഞെടുപ്പിന് എന്താണ് അട്ടിമറിക്കുന്നൊരു സമീപനാണ് അവിടെ ഉള്ളത്.
ശരിക്കൊരു ജനാധിപത്യ രാജ്യം. ജനാധിപത്യം എന്ന് വേണ്ട സ്ഥലത്തൊരു സ്വേച്ഛാധിപത്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ശരിക്കും അങ്ങനെയാണ് നമുക്ക് ഉം. കാണാൻ കഴിയുന്നത്. പിന്നെ അവിടെ 18 വയസ്സ് കഴിഞ്ഞവർക്ക് അങ്ങനെ എന്തോ ഒരു ഞാനൊരു ന്യൂസിൽ എന്തോ ഒരു കേട്ടതാണ്. 18 വയസ്സ് കഴിഞ്ഞവർക്ക് അവിടെ അവരെ പേര് ലിസ്റ്റിലില്ലാന്നോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ അങ്ങനല്ല. അവിടെ ഇപ്പൊ അവർക്ക് അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് അവര് പല പ്രഖ്യാപനങ്ങളും നടത്തിയിട്ടുണ്ട്. ഇപ്പൊ സർക്കാരിന്റെ ഇപ്പൊ നിലവിൽ ഏകദേശം എല്ലാ സ്ത്രീകൾക്കും അവര് 10,000 രൂപ വരെ അക്കൗണ്ടിലേക്ക് കൊടുത്തിട്ട് എങ്ങനെങ്കിലും വോട്ട് കിട്ടുക അവിടെ ഇനിയും ബീഹാറിൽ ഇലക്ഷനിൽ നേരിട്ടിട്ട് അവർ വിജയിക്കുക എന്നുള്ള ഒരു ഇതാണ് അവര്. ഇപ്പൊ നമ്മളെ ഈ GSTന്റെ പുതിയ നയമൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഒരുപക്ഷെ ഇതൊക്കെ അങ്ങനെ ഒരു തോട്ടുണ്ട്. ഇതൊക്കെ ഈ ഒരു ഇപ്പൊ ബീഹാറിൽ നടന്നൊരു ഇലക്ഷന്റെ ഭാഗമായിട്ട് അതിനൊന്ന് മിനുക്കി പണിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു GST എന്നുള്ളത് കൊണ്ടുവരുന്നത് എന്നുള്ളൊരു കേൾവിയുണ്ട്. അപ്പൊ GST എന്ന് പറഞ്ഞാല് ഇപ്പൊ മോദി ദീപാവലിക്കായിട്ട് ഒരു സമ്മാനമായിട്ടാണ് ഒരു GST 2.0 എന്നുള്ള പദ്ധതി പക്ഷെ അവരുടെ അടുത്തൊരു തെറ്റ് സംഭവിച്ചപ്പോ അത് മറച്ചു വെച്ച് വേറൊരു നല്ലത് കൊണ്ടുവന്നാൽ ആളുകൾ മറക്കും എന്നുള്ളൊരു GST എന്ന് പറഞ്ഞാല് നമ്മുടെ സാധന സേവനങ്ങളുടെ മുകളിൽ നികുതി ഏർപ്പെടുത്തുക. അതായത് പണ്ടൊക്കെ വാല്യൂ ആഡഡ് ടാക്സ് ആയിരുന്നു, വാറ്റ് എന്ന് പറയുന്നത്, അതായത് എക്സൈസ് ഡ്യൂട്ടി, ഒരു സാധനങ്ങൾക്ക് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓരോ ഘട്ടത്തിലും ടാക്സ് അതിന്റെ മുകളിൽ ഇങ്ങനെ ചുമത്തുന്നത്. അതായത് ടാക്സിന്റെ മുകളിൽ ടാക്സ് ചുമത്തുന്ന സംവിധാനം 2017 ഉണ്ടായിരുന്നു. ഈ 2017 മോദി പെട്ടെന്ന് ഇപ്പൊ നോട്ട് നിരോധനം പെട്ടെന്ന് പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ 2017 GST പ്രഖ്യാപിച്ചത്. ആ സമയത്ത് എല്ലാവർക്കും ഒരു തിരിച്ചടി തന്നെയായിരുന്നു. എല്ലാ സാധനങ്ങൾക്കും പെട്ടെന്ന് ആവശ്യ സാധനങ്ങൾക്കൊക്കെ GST 4 സ്ലാബുകളായിട്ടാണ് ഇതായത്. 5%, 12%, 18%, 28%. ആ ഒരു 4 സ്ലാബിന് 2 സ്ലാബ് ആക്കിയിട്ട് ഇപ്പൊ വെട്ടിച്ചുരുക്കി. ഇപ്പൊ 28% ഉള്ളത് 18-ലേക്കും 18% ഉള്ളത് 5-ലേക്ക് അങ്ങനായിട്ട് വെട്ടിച്ചുരുക്കി. അവശ്യ സാധനങ്ങൾക്കൊക്കെ 5% ഇപ്പോ. പിന്നെ കുറെ സാധനങ്ങൾക്ക് 0% ആക്കിയിട്ടും ചുരുക്കിയിരിക്കുന്നു. പിന്നെ ആഡംബര കാറുകള്, അതുപോലെ തന്നെ സിംറ്റംസ് ആ, നമ്മളെ പുകയില ശരിക്കും ഇതില് ഉൽപ്പന്നങ്ങളൊക്കെ സാധാരണക്കാർക്ക് ഇത് മെച്ചമുണ്ടോ? നമ്മളൊരു ഒരു പ്രൊഡ്യൂസർ ഒരു സാധനം ഉണ്ടാക്കുമ്പോ ഒരു സാധനത്തിന് ഇപ്പോ 100 രൂപ വിചാരിക്കുക ചെലവ്. അതിൽ 18% അധികം ഗവൺമെന്റിലേക്ക് അടയ്ക്കണം. ആ 18% അദ്ദേഹത്തിന് തിരിച്ചു കിട്ടും. ഈ സാധനം കൺസ്യൂമർ വാങ്ങുന്നതനുസരിച്ച് ആ 18% തിരിച്ചു കിട്ടും. അങ്ങനെ അവർക്ക് ഒരു ഇൻപുട്ട് ക്രെഡിറ്റ് ടാക്സ് ആയിട്ട് അത് തിരിച്ചു കിട്ടുന്ന ഒരു സമ്പ്രദായം പൊതുവേ ഉള്ളത്. പെട്ടെന്ന് ഇപ്പോ മോദി GST ഒഴിവാക്കുന്ന സമയത്ത് അവർ ആദ്യം 18% അടച്ചിട്ടുണ്ടാവും. ഈ GST ഒഴിവാക്കുന്ന സമയത്ത് അവർക്ക് ഈ 18% തിരിച്ചു കിട്ടാത്ത അവസ്ഥയിൽ. അപ്പൊ പൊതുവേ ഒരു പ്രൈസ് കൂട്ടും. സാധാരണ പ്രൈസ് കൂട്ടും. സാധാരണക്കാര് GST കുറഞ്ഞല്ലോ വിചാരിച്ചിട്ട് സാധനങ്ങൾ മാർക്കറ്റിൽ പോയി വാങ്ങുകയും ചെയ്യും. അവശ്യ സാധനങ്ങൾക്ക് 5% കുറച്ചെന്ന് പറയുമ്പോൾ എല്ലാരെയും പർച്ചേസിംഗ് പവർ അവിടെ കൂടുകയാണ്. പർച്ചേസിംഗ് പവർ കൂടുന്നതനുസരിച്ച് തന്നെ അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും, ശരിക്കും നമ്മളൊരു സർക്കുലേഷൻ നടക്കും. ശരിക്കും നമുക്കിപ്പോ ഒരു ഓഫർ ഒക്കെ വരുന്ന പോലെ ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് ഓഫർ ഉണ്ട്. ഇപ്പൊ ഓരോ സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓഫർ ഉണ്ട് എന്ന് പറയുമ്പോൾ ജനങ്ങൾ എത്രത്തോളം ഉണ്ടാവുക അതേപോലെ തന്നെ ആവൂലെ ഇപ്പൊ ഒരു അപ്പൊ അവശ്യ സാധനങ്ങൾക്ക് 5% കുറഞ്ഞു പറയുമ്പോ എല്ലാരും സാധനങ്ങൾ വാങ്ങാൻ പോകും. അവിടെ പർച്ചേസിംഗ് പവർ കൂടുക ചെയ്യുന്നത്. കൺസംഷൻ പണ്ട് ഒരു ഗവൺമെന്റിന് ഒരു ടാക്സ് ഒരു പരിധി വരെ കൂട്ടാൻ പറ്റൂലേ. ഞാൻ പണ്ട് പഠിച്ചിരുന്നത് ലാഫർ കർവ് എന്ന് പറഞ്ഞിട്ട് 1974 അമേരിക്കൻ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ആർത്തർ ലാഫർ ആണ് ഈ ഇത് കൊണ്ടുവന്നത്. ഒരു ഇൻവേർട്ടഡ് യു ഷേപ്പിലാണ് ആ ഗ്രാഫ് പറയുന്നത്. അതായത് നികുതി നിരക്കിലെ വ്യത്യാസവും നികുതി വരുമാനം തമ്മിൽ ഒരു ബന്ധിപ്പിക്കുന്ന രേഖ. നികുതി കൂടുന്നതനുസരിച്ച് നികുതി വരുമാനം കൂടും. പക്ഷെ ഒരു പരിധിയിൽ ടാക്സ് കൂട്ടിയാല് ആ നികുതി വരുമാനം ഓട്ടോമാറ്റിക്കലി കുറയുക ചെയ്യുക. കൂടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് നമ്മളിപ്പോ സാധനങ്ങള് ആവശ്യമുണ്ടെങ്കിലല്ലേ വാങ്ങുള്ളൂ. അതിന് ടാക്സ് ഒരു പരിധി വരെ കൂടിയാല് ആൾക്കാർ സാധനം വാങ്ങില്ല. ആവശ്യ സാധനങ്ങൾ മാത്രം വാങ്ങി ബാക്കി നമ്മൾ സേവ് ചെയ്തെക്കും. എന്തിനാ വെറുതെ പണിയെടുക്കുന്നത്? ഒക്കെ ടാക്സ് കൊടുക്കാനല്ലേ വിചാരിച്ചിട്ട് ആ ഒരു സിസ്റ്റത്തിലേക്ക് പോകില്ല. ആ ഒരു സമയത്ത് ഗവൺമെന്റ് എന്താക്കും, പെട്ടെന്ന് ടാക്സ് കുറയ്ക്കും. ടാക്സ് കുറയ്ക്കുന്നതനുസരിച്ച് ടാക്സിലുള്ള റവന്യൂ ഇപ്പൊ 2025 ഇപ്പൊ GST കുറഞ്ഞത്. ഈ സമയത്ത് ഗവൺമെന്റിന് ലേശം നഷ്ടം ഉണ്ടാവും. പക്ഷെ 2026 ആകുമ്പോഴത്തേക്ക് സാധനങ്ങൾ എല്ലാരും വാങ്ങും, മണി സർക്കുലേഷൻ ഉണ്ടാവും, ഇൻവെസ്റ്റ്മെന്റ് കൂടും, അതായത് ബിസിനസ്സുകൾ ഉണ്ടാവും.
അപ്പൊ ഓട്ടോമാറ്റിക്കലായിട്ട് എക്കണോമിക് ഗ്രോത്ത് അവിടെ കൂടാൻ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയാൻ GST 18% ഉള്ളത് 0% ആക്കിയിട്ട് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ഇല്ലേ, ആ ഇൻഷുറൻസിലൊക്കെ വളരെ കുറച്ചിക്കണം. അതായത് നമ്മളെല്ലാരും ഇപ്പൊ ചെറുപ്പക്കാർക്കൊക്കെ അറ്റാക്ക് ഒക്കെ വരുന്ന സാഹചര്യം വരുന്നുണ്ട്. ആ സമയത്ത് വലിയ വലിയ ഹോസ്പിറ്റലിലൊക്കെ നമ്മളിപ്പോ എല്ലാവരും ഇപ്പൊ ഗവൺമെന്റിലേക്ക് പോകണമെന്നില്ലല്ലോ. നല്ല ട്രീറ്റ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല നല്ല വലിയ വലിയ ഹോസ്പിറ്റലുണ്ട്. അവിടെ ഒരു ദിവസത്തിന് തന്നെ 5000 രൂപ അങ്ങനെയൊക്കെ ചെലവ് വരുന്നുണ്ട്. അപ്പൊ ഒരു മൈനർ ഓപ്പറേഷൻ ഒക്കെ വരുന്ന സാഹചര്യത്തിൽ ലക്ഷങ്ങൾ ചെലവാക്കേണ്ടി വരും. ആ സമയത്ത് സാധാരണക്കാരൻ എന്ന നിലയിൽ ആദ്യം ഞങ്ങളെ കയ്യിലുള്ള പൈസ ഒക്കെ എടുത്ത് ചെലവാക്കും. പിന്നെ എന്താണ് ഓർണമെന്റ്സോ കാര്യ പ്രോപ്പർട്ടി ഒക്കെ ഉണ്ടെങ്കിൽ വിൽക്കും. പിന്നെ ആൾക്കാരോട് കടം വാങ്ങും. അപ്പൊ നമ്മള് വലിയൊരു കടക്കാരനാണ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ ഉള്ള സമയത്ത് ഒരു ചെറിയ വലിയ വലിയ ഇൻഷുറൻസ് ഒന്നും പോളിസി എടുക്കാന്നറിയില്ല. ഷോർട്ട് ടേം ആയിട്ടുള്ള ഇൻഷുറൻസുകൾ എടുക്കുക. ചെറിയ ചെറിയ ഇപ്പൊ GST കുറഞ്ഞതുകൊണ്ട് വലിയ ബാധ്യതയും വരൂല. നമുക്ക് എത്രയാണോ വരുമാനമുള്ളത് അതിൽ നിന്ന് ഒരു ചെറിയൊരു ഭാഗമായിട്ട് ഹെൽത്ത് ഇൻഷുറൻസുകൾ എടുക്കുക. ആ സമയത്ത് ഒരു അപകടം പറ്റിയാൽ നമ്മളെ സമ്പാദ്യങ്ങളൊന്നും നഷ്ടപ്പെടില്ല. അവര് നോക്കിക്കോളും നമ്മളെ എല്ലാ ട്രീറ്റ്മെന്റിന്റെ അവസ്ഥ. അപ്പൊ ആ ഒരു GST ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ GST ഇതിൽ ഹെൽത്ത് ഇൻഷുറൻസിൽ അത് നല്ല ബാധിക്കും. എന്റെ അഭിപ്രായത്തിൽ എല്ലാരും ഒരു ഷോർട്ട് ടേം ഇൻഷുറൻസ് എങ്കിലും എടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് 2017 ശേഷമല്ലേ ഇത് വരുന്നത്? ആ GST പ്രഖ്യാപിച്ചത്. അതിനു മുന്നേ വാല്യൂ ആഡ് ടാക്സ് ആയിരുന്നു. അതിപ്പോഴും കുറെ രാജ്യങ്ങളിൽ വാല്യൂ ആഡ് ടാക്സ് തന്നെയാണ്. ഇപ്പോ ലക്ഷറി കാറുകൾക്കും പുകയില ഉൽപ്പന്നങ്ങൾക്കും ഒക്കെ 40% ആക്കിയിട്ടുണ്ട് GST. അപ്പൊ ഇതിന്റെയൊക്കെ സെല്ലിങ് എങ്ങനെയാവും? അതിന് വല്ല മാറ്റവും ഉണ്ടാവുമോ? പുകയില ഉൽപ്പന്നങ്ങൾ ആൾക്കാരിൽ അഡിക്ഷൻ ആയിരിക്കണം. അപ്പൊ എന്തായാലും ഒരു പെട്ടെന്ന് നിർത്താൻ കഴിയില്ല. അത് അത്യാവശ്യം GST കൊടുത്തിട്ടായാലും ആ സെല്ലിങ് എന്തായാലും നടക്കും. പിന്നെ ഈ ആഡംബര കാറുകൾ പറഞ്ഞാല് സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ആൾക്കാര് ഈ കാറുകളൊക്കെ പൊതുവെ വാങ്ങും. അല്ലെങ്കിൽ പിന്നെ സമൂഹത്തില് ലക്ഷറി ആയിട്ട് നടക്കാൻ പറ്റുന്ന അങ്ങനെ സാധാരണക്കാരായാലും ചിലവര് വിചാരിക്കും എനിക്കിങ്ങനെ ആഡംബരം കാണിച്ചു നടക്കണം എന്ന് വിചാരിക്കുന്നവരില്ലേ, അങ്ങനെ ഒരു കടം വാങ്ങിയിട്ടായാലും സാധനങ്ങൾ വാങ്ങും. പൊതുവെ നമ്മളെ സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ലക്ഷറി കാറുകൾ പൊതുവെ വിൽപ്പന പോകും. നമ്മൾ പണ്ട് പഠിച്ചിരുന്ന ഒരു വെബ്ലൻ തിയറി എന്ന് പറയുന്നത് അതില് പറയുന്നുണ്ട് ഈ പൈസ ഉള്ളവര് നമ്മളെ സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടിയിട്ട് ആഡംബര കാറുകൾ വാങ്ങിക്കൊണ്ടേയിരിക്കുന്നു. മറ്റൊരാൾക്ക് ഇന്നൊരു കാർ വാങ്ങിയാൽ അതിനേക്കാളും വലിയ കാറ് മറ്റൊരാൾക്ക് വാങ്ങേണ്ടി വരും. അതുകൊണ്ട് തന്നെ അതിന്റെ സെല്ലിങ് നടക്കാൻ സാധ്യത കൂടുതലാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ മരുന്നിന്റെ കാര്യം പറഞ്ഞല്ലോ, അല്ലെ ഈ 5% ആക്കിയ സാധാരണക്കാർക്കൊക്കെ അല്ല മെച്ചായിട്ട് തോന്നുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മള് മരുന്നിന്റെ കാര്യം പറഞ്ഞപ്പോഴാ കോവിഡിന്റെ ടൈമിലൊക്കെ നമ്മള് ഇപ്പൊ ഓക്സിജൻ സിലിണ്ടർ ഈ രോഗികൾ ഇങ്ങനെ വന്ന് അടിയല്ലേ, കുറെ രോഗികൾ ഉണ്ടായിരുന്നല്ലോ കോവിഡ്. എല്ലാവർക്കും ഏകദേശം ഓൾമോസ്റ്റ് ആൾക്കാർക്കൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. കാരണം സിംറ്റംസ് കാണാൻ ഇല്ലാന്നുണ്ടാവുള്ളൂ. ഏകദേശം എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രോഗികൾക്ക് വരാനാണെങ്കിലും മെഡിസിന്റെ കാര്യങ്ങൾക്കാണെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം ഇത്രയും ആൾക്കാർ ഈ രോഗം വരുമ്പോ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ഇതിന് നമുക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ നമ്മൾ മറികടക്കുകയും ചെയ്തു. അപ്പൊ പിന്നെ അതേപോലെ തന്നെ ഓക്സിജൻ സിലിണ്ടർ അങ്ങനത്തെ ഇപ്പൊ നമ്മള് കുറെ ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ കേൾക്കുന്നുണ്ട് ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ ആൾക്കാർ മരിച്ചു, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ചികിത്സ കിട്ടാതെ അങ്ങനെയൊക്കെ മരിച്ചു എന്നുള്ളതും നമ്മൾ കേൾക്കുന്നുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ബാധിച്ചത് ഈ ഒരു കോവിഡിന്റെ ടൈമിലാണ്. വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു ആ ടൈമിലൊക്കെ. കാരണം നമ്മള് ഐസൊലേഷൻ വീട്ടിലിങ്ങനെ നമ്മളൊരു തടങ്കലിലിട്ട അവസ്ഥ. 22-24 ദിവസം എത്രയോ ദിവസം നമുക്കൊന്ന് quarantine ഇരിക്കുക. പുറത്ത് പോകാൻ പറ്റൂല, നമുക്ക് നമ്മളെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂല. പോസിറ്റീവ് ആയ അടുത്ത് എങ്ങനെങ്കിലും സമ്പർക്കം ഉണ്ടെങ്കിൽ ഉം. ആള് വയ്ക്കണം. 14 ദിവസം അവര് വന്ന വഴി നോക്കുകയാണെങ്കിൽ എല്ലാവരും കൂടി. ഇപ്പൊ കോവിഡിന്റെ ടൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസം ഓൺലൈനിലേക്ക് എല്ലാരും മാറിയൊരു കാലമായിരുന്നു അത്. അധികവും നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ ഗൂഗിൾ മീറ്റ് വഴിയൊക്കെ ആയിരുന്നു നമ്മള് ഒരു ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ കോവിഡിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാക്സിൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചിലർക്ക് അതിൻ്റെതായുള്ള ആഫ്റ്റർ എഫക്ട് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ചിലർക്ക് മറവി, ശ്വാസം മുട്ടൽ പ്രശ്നം വരും, അറ്റാക്ക് വരും. അങ്ങനെ വളരെ ഭയങ്കര ബുദ്ധിമുട്ട് വന്നതായിരുന്നു കോവിഡ് വന്നിട്ടുണ്ടായിരുന്നു. ഓട് അന്ന് പോയിട്ടുണ്ടാവും. കാരണം അത് അത്രയും ഫ്രീസ് ആയി നിന്നൊരു ടൈം അല്ലായിരുന്നു. എന്തായാലും സിംറ്റംസ് കാണിച്ചിട്ടുണ്ടാവൂല. എന്റെ വീട്ടില് എനിക്ക് വന്നിട്ടില്ല, പക്ഷെ വന്നിട്ടുണ്ട്. ക്വാറന്റൈനിൽ ഇരുന്നിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു എഡ്യൂക്കേഷനൊക്കെ, പഠിത്തത്തിന്റെ കാര്യത്തിലൊക്കെ എങ്ങനെയായിരുന്നു? കോളേജൊക്കെ ആ ഒരു ടൈമിലാവും വന്നിട്ടുണ്ട്. കോളേജിന്റെ ആ സ്റ്റാർട്ടിങ് ഒന്നും എൻജോയ് ചെയ്തിട്ടില്ല. കാരണം ഓൺലൈൻ ആയിരുന്നു. ഓൺലൈൻ ക്ലാസ് അല്ലായിരുന്നു. അപ്പൊ പ്ലസ് ടു കഴിഞ്ഞിറങ്ങണ തന്നെ ഇതൊക്കെയാണ്.
+2ന്റെ ചില എക്സാമുകളൊക്കെ മാറ്റി വെച്ചത് ഇങ്ങനെ കൊറോണന്റെ ഇടയ്ക്ക് പോയിട്ടാണ് എഴുതിയത്. അപ്പൊ ഡിഗ്രീന്റെ ടൈമൊക്കെ ഇങ്ങനെ ഓൺലൈനിലായിട്ടാ പോയിരുന്നത്. എൻജോയ് ചെയ്തിട്ടില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മിസ്സായി പോയി. പക്ഷെ ആ ഒരു ടൈമില് നമ്മളെ ഉള്ളിലുള്ള കുറെ കലാബോധങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ സ്റ്റിച്ചിങ്, ബേക്കിംഗ് ആ ബേക്കിംഗ്, സമയത്താണ് കൂടുതൽ ട്രെൻഡ് ചെയ്ത്, അതേപോലെ തന്നെ നമ്മളെ മൃഗങ്ങളെ വളർത്തല്, ചെടി വളർത്തല്, ഇതൊക്കെ നല്ല ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു. ആളുകള് ഇങ്ങനെ മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഒറ്റയ്ക്കായി എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് വന്നിട്ട് അവർ മുന്നേറാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ല, കോവിഡിന് ശേഷം മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും മാറി. വിദ്യാഭ്യാസമായാല്, ജോലിയായാല്, എല്ലാ മേഖലയും. വിദ്യാഭ്യാസത്തിലാണെങ്കിൽ സ്കൂൾ പഠനമൊക്കെ ഓൺലൈനിലോട്ട് വന്നു. മൊബൈൽ എടുക്കരുതെന്ന് പറഞ്ഞ ടീച്ചർമാര് ഈ കുഞ്ഞുങ്ങളെടുത്ത മൊബൈലായിട്ട് ഓൺലൈൻ ക്ലാസ്സും ഗൂഗിൾ മീറ്റ് ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം ഓൺലൈനിലോട്ട് ചുരുങ്ങിപ്പോയി. പിന്നെ ജോലിയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ വർക്ക് ഫ്രം ഹോം ഏകദേശം ആളുകളൊക്കെ ആ ഒരു സംവിധാനത്തിലൂടെ വന്നു. ഇന്നിപ്പോൾ അതിന്റെ ഇപ്പൊ ഒരുപാട് കമ്പനികൾ വർക്ക് ഫ്രം ഹോം പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വിളിച്ചിട്ടുണ്ട് അവരൊക്കെ. ആ ഒരു കാലഘട്ടത്തിൽ അല്ല, ആ ഒരു സമയത്ത് ഈ പാൻഡമിക് സമയത്താണ് എല്ലാം ഇത് മാറി പറഞ്ഞത് തരാൻ പോകുന്ന ശേഷം. ശരിക്കും ആ ഒരു ടൈമില് കുറെ ആൾക്കാർ വായനയ്ക്കും ഇറങ്ങിയിട്ടുണ്ട് അല്ലേ? ഒരുവിധം ആൾക്കാർക്കൊക്കെ ഒറ്റപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. ചിലരൊക്കെ കോവിഡ് വന്നതിന്റെ ക്വാറന്റൈനിൽ നിൽക്കുക. അപ്പൊ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ഫോണ് അല്ലെങ്കിൽ ഈ ബുക്സ് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. ഒരുപാട് ആൾക്കാർ വായനയ്ക്ക് വന്നിട്ടുണ്ട്. വായന, പിന്നെ വായനേന്റെ കൂടെ തന്നെ ഇങ്ങനെ ഓരോ പെയിന്റിങ്ങും കാര്യങ്ങളും അങ്ങനത്തെ ഓരോ ഉള്ളിലുള്ള കഴിവുകളൊക്കെ പുറത്തെടുക്കുക. ഒരു പക്ഷെ ഇപ്പൊ ഈ വായനയുടെ കാര്യം പറയുമ്പോ ഇപ്പൊ പണ്ടുള്ള ബുക്കുകളും ഇപ്പോഴുള്ള ബുക്കുകളും തമ്മിലൊരു താരതമ്യം തോന്നിട്ടില്ലേ? ഇപ്പൊ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന ബുക്ക് വായിച്ചാൽ മനസ്സിലാവും. ഒരു Fiction story. സിനിമാറ്റിക് ആയിട്ടുള്ള ആ ഒരു ടച്ചാണ്. ഇപ്പത്തെ കുട്ടികൾക്ക് പെട്ടെന്ന് അത് ഇഷ്ടപ്പെടും. കുറെ ആൾക്കാർ അതിലൂടെ വായനയിലേക്ക് ഇറങ്ങിയിട്ടുമുണ്ട്. ഓരോരുത്തരെ ചിന്താഗതി ഓരോ രീതിയിലായിരിക്കുമല്ലോ. അപ്പോ ഓരോ റൈറ്റേഴ്സും ഓരോ രീതിയിലാണ് ചെയ്ത. പക്ഷെ വായിക്കുന്നവർക്ക് അത് ഇഷ്ടപ്പെടണമെന്നുണ്ട്, ഇഷ്ടപ്പെടാതിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് നോക്കി വായിക്കുക. ചിലർക്ക് പ്രണയവും അങ്ങനത്തെ ഇതൊന്നും സെറ്റ് ആവില്ല. ചിലർക്ക് ചരിത്രമായിരിക്കും. അങ്ങനെ നമുക്ക് ഏതാണോ ഫീൽഡ് ഇഷ്ടപ്പെടുന്നത് അത് നോക്കിയിട്ട് വായിച്ചാല് നമ്മളെ മനസ്സ് കിടക്കുക. അല്ലാതെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുന്നേ ഉള്ളൂ. ഇന്നത്തെ ന്യൂ ജനറേഷൻ ഈ വായനയുടെ അന്യം നിന്ന് പോകുന്നുണ്ടോ? പഴയ കാലത്ത് അന്ന് വായന ഇന്നത്തെ വായന ശരിക്കും ഈ വായന എന്ന് പറയണത് നമ്മളൊരു എക്സ്ട്രാ നമ്മളൊരു അതിന് വേണ്ടിയിട്ടൊരു സമയം കണ്ടെത്തേണ്ടതാണ്. വായിച്ചാൽ അപ്പൊ കുറെ പദങ്ങൾ കിട്ടും. അപ്പൊ നമുക്കൊരു എന്താ പറയാ, ഒരു ഉള്ളിലൊരു സന്തോഷം കിട്ടും ചില ബുക്കുകളൊക്കെ വായിച്ചാലും. ഇപ്പൊ നമ്മൾ റാം കെയർ ഓഫ് ആനന്ദിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു അവാർഡ് കൊടുക്കാൻ അർഹതയാണോ അല്ലേ എന്നുള്ളൊരു ചോദ്യം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ആ ഒരു ന്യൂസ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടാല് അതിന്റെ ഇടയിൽ തന്നെ കുറെ കമന്റ് വരും. ഇതൊക്കെ ഒരു ബുക്കാണോ എന്നുള്ള രീതിയിൽ വരെ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല് നമ്മൾ ഓരോ ഇപ്പൊ രചയിതാവിനെയും നമ്മള് അംഗീകരിക്കുക വേണ്ടത്. അവരുടെ ഉള്ളിലുള്ള സാധനങ്ങളല്ലേ പുറത്തേക്ക് എഴുതുക. ഓരോ റൈറ്റേഴ്സ് അവരുടെ ഉള്ളിലുള്ള സ്ത്രീകളുടെ ഓരോ സങ്കല്പം എഴുതി വിടാറുണ്ട്. പക്ഷെ അതിനൊക്കെ ചിലര് ഫെമിനിസ്റ്റ് ചിന്താഗതി എന്ന് പറഞ്ഞിട്ട് മുദ്ര കുത്താറുണ്ട്. ഫെമിനിസം എന്ന് കേട്ടപ്പോഴാണ് ഫെമിനിസ്റ്റ് ഫാത്തിമ എന്നൊരു പടം നമ്മളെ IFFK ഹിറ്റായ ഒരു പടമായിരുന്നു. എന്ത് ഈ ഫെമിനിസം കൊണ്ടുവന്ന് അർത്ഥമാക്കുന്നു? ഫെമിനിസം എന്ന് പറഞ്ഞാല് പണ്ട് മുതലൊക്കെ പുരുഷന്മാര് പോവുക, സ്ത്രീക്ക് ഒരു വസ്ത്രം വാങ്ങണമെങ്കിൽ അവരുടെ സെക്സിനെ വരെ തീരുമാനിക്കുന്നത് പുരുഷന്. ഓർക്ക് എത്ര കുട്ടി വേണം എന്നുള്ളത് പുരുഷനാ തീരുമാനിക്കുന്നത്. ഓരെന്ത് ഉടുക്കണം എന്നുള്ളത് പുരുഷനാ തീരുമാനിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ മറികടക്കുക. പിന്നെ പണ്ടും ജോലിക്ക് പോയിരുന്ന സ്ത്രീകളുണ്ട്. അവിടെ ഉള്ള തുല്യത വ്യത്യാസം ഉണ്ടാവും. പുരുഷന്മാർക്ക് മുൻഗണന, സ്ത്രീകൾക്ക് അതില്ല. അപ്പൊ ഇതിനൊക്കെ എതിർക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകള് കൂട്ടായി ഇറങ്ങിയ ഒന്നാണ് ഫെമിനിസം എന്ന് പറയുന്നത്. അത് ഇപ്പം കൊറേയൊക്കെ പുരുഷന്മാർ അതൊക്കെ അഡാപ്റ്റ് ആയിട്ടുണ്ട്. പണ്ടൊന്നും അങ്ങനെ അല്ലേന്നു. പണ്ടുള്ള പുരുഷന്മാർക്ക് ഒരു മതി, പണിക്ക് പോവുക, കൊണ്ടുവരുന്നത് അതില് കഴിഞ്ഞു പോയാൽ മതി എന്നുള്ളൊരു മൈൻഡായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ സ്ത്രീയും പണിക്ക് പോകുന്നുണ്ട്. പക്ഷെ
ഇപ്പൊ പണിക്ക് പോകുന്നുണ്ട് എന്ന് തന്നെ ഉള്ളൂ. പണിക്ക് പോയാലും ഓരാണ് ഓരോ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവര് ഇങ്ങനെ പറയുന്നുള്ളൂ. ഇവർക്ക് പണിയുണ്ട്. ഇവര് പുറത്ത് പണിക്ക് പോകുന്നുണ്ട്. അതേപോലെ വീട്ടിലത്തതും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫെമിനിസ്റ്റ് ഫാത്തിമ കണ്ടിരുന്നോ? ആ പടത്തില് പേരന്നെ ഫെമിനിസ്റ്റ് എന്നുള്ള ഇതിലാണ് ടൈറ്റില്. ആ പടത്തില് ഫിലിം തുടങ്ങുമ്പോ തന്നെ നേരം വെളുക്കുന്നു, പാത്തു എണീറ്റിട്ട് വീട്ടിലത്തെ പണികളൊക്കെ എടുക്കുന്നു, കുട്ടികളെ പറഞ്ഞേക്കണം, ഭർത്താവിനെ പറഞ്ഞേക്കണം. അപ്പൊ ഇതേ സമയത്ത് ഭർത്താവിന് നേരം വെളുക്കുന്നില്ലേ? ഭർത്താവിന് എണീറ്റ് പണിയെടുത്തൂടെ? ഭ- ചായ ഉണ്ടാക്കാം. അല്ല, അത് ഭർത്താവിന് ഭർത്താവിൻ്റെതായ ജോലി ഉണ്ടാവും, സ്ത്രീക്ക് സ്ത്രീകളുടേതായ ജോലി ഉണ്ടാവും. സ്ത്രീക്കും അപ്പൊ ജോലി അത് ഉണ്ടല്ലോ. അത് ഈക്വലാക്കി പക്ഷെ പോകേണ്ടി വരും. ഇപ്പത്തെ പുരുഷന്മാര് രാവിലെ എണീച്ച് വൈഫിനെ അതേപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രാവിലെ എണീറ്റ് കുക്ക് ചെയ്യാനും കൂടുന്നുണ്ട്, കുട്ടികളെ നോക്കാനും അങ്ങനത്തെ കൂടുന്നുണ്ട്. പക്ഷെ ചെറിയ ചെറിയ ഉണ്ടായി കാര്യങ്ങൾ വരുന്നുണ്ട്. പറയുന്നുള്ളൂ. ഒരു ഒരു വിഭാഗം ഉണ്ട്, പക്ഷെ ഫുള്ളായിട്ട് എത്തിയില്ല. ശരിക്കും ഈ ഫെമിനിസം എന്ന് പറയുന്നത് ഫെമിനിസ്റ്റ് മൂവ്മെന്റ് ഉണ്ടായിരുന്നു. നമുക്ക് പണ്ട് ഇപ്പൊ നമുക്കറിയാം, സ്വന്തം ഡ്രസ്സ് ധരിക്കാനുള്ള സ്വാതന്ത്ര്യം അടക്കമില്ലായിരുന്നു നമുക്ക്. അതേപോലെ നമുക്കൊരു ജോലിക്ക് പോവാൻ, നേരത്തെ പറഞ്ഞ പോലെ ജോലിക്ക് പോവാൻ നമുക്കൊരു സ്വാതന്ത്ര്യമില്ല. നമുക്കൊന്ന് സംസാരിക്കാന് ഇപ്പൊ പണ്ടത്തെ ഈ തറവാടുകളിലൊക്കെ നമ്മൾ നോക്കിയാൽ തന്നെ മുതിർന്ന ആൾക്കാർ നിൽക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് ചെല്ലാൻ പറ്റില്ലായിരുന്നു, സ്ത്രീകൾക്ക് ചെല്ലാൻ പറ്റില്ല. അതുപോലെ തന്നെ മുതിർന്ന ആൾക്കാർ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊപ്പം ഇരിക്കുക, മുതിർന്ന അല്ല പുരുഷന്മാർ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ഷെ അതിൽ നിന്നൊക്കെ എത്രയോ മാറിയില്ലേ ഇപ്പൊ. മാറ്റം വരുന്നുണ്ട്. ശരിക്കും ഈ ഫെമിനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നീതി നടപ്പാക്കുക എന്നാണ്. അതായത് പുരുഷന് കിട്ടുന്ന അതേ നീതി ഇപ്പൊ രണ്ടാള് ജോലി ചെയ്യണം ഒരേ കമ്പനിയിൽ. അപ്പൊ അവർക്ക് പുരുഷന് കൂടുതലായിട്ട് സാലറി, സ്ത്രീക്ക് കുറവായിട്ട് സാലറി, ഇതൊക്കെ പണ്ട് നടന്ന കാര്യമായിരുന്നു. അതിൽ നിന്നൊക്കെ മാറ്റിയിട്ട് നമുക്ക് തുല്യമായിട്ട് കൊണ്ടുപോകണം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് നീതി നടപ്പിലാക്കണം എന്നാണ് ഈ ഒരു ഫെമിനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇന്നത്തെ ഫെമിനിസം എന്ന് പറയുന്നത് ചിലവരൊക്കെ അത് പുരുഷന് മേല് അതൊരു കളിക്കാനുള്ള ഒരു ലൈസൻസ് ആക്കി മാറ്റിയിട്ടുണ്ട്. അതിനെ നമ്മൾ ശരിക്കും പറയാ ഫീമെയിൽ ഷോവനിസ്റ്റ് എന്നാണ്. അതൊരിക്കലും ഫെമിനിസം എന്നുകൊണ്ട് അർത്ഥാക്കണില്ല. അതാണ് നമ്മളെ ഫെമിനിസം എന്ന് പറയുന്നത്. തുല്യത അതൊക്കെ അപ്പുറം ഒന്നുമില്ല. നിങ്ങൾക്ക് കിട്ടണ അതേപോലെ ഞങ്ങൾക്കും. അല്ലാതെ ആണിന്റെ മേലെ പെണ്ണ് എന്നുള്ള ഒരു രീതിയിലല്ല ഫെമിനിസം പറയുന്നത്. അത്രമാത്രം. ഇപ്പൊ അവര് പറഞ്ഞ കാര്യം തന്നെ ശരിക്ക് ഫെമിനിസം പോലെ പുരുഷന്മാർക്കും വരണം. കാരണം ഇപ്പൊ നമ്മള് ബസ്സുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ സ്ത്രീകൾക്കൊരു വിഭാഗത്തിനുണ്ടാവും, പിന്നെ വയോജനങ്ങൾക്ക് ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു പുരുഷൻ എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തിന് അവിടെ ഇരിക്കാനൊരു സീറ്റോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അതൊക്കെ നമ്മൾ അംഗീകരിച്ചു പോരുന്ന കാര്യം തന്നെയാണ്. ഈ ട്രെയിനിലും അവര് ഉണ്ടല്ലോ വുമൻസ് കമ്പാർട്ട്മെന്റ്. വുമൻസ് കമ്പാർട്ട്മെന്റ് ഉണ്ട്, പക്ഷെ മെൻസിനില്ല. ശരിക്കും ഇവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ തന്നെ നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് രാത്രിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിന് ഒറ്റയ്ക്ക് പോകാൻ നമുക്ക് ചില വീടുകളിലൊന്നും സമ്മതിക്കൂല. കാരണം അവർക്ക് പേടിയാണ് എന്തെങ്കിലും സംഭവിക്കുമെന്ന്. ആ ഒരു പേടിയിൽ നിന്ന് മാറ്റിയിട്ട് എന്റെ മോള് പോയാല് അല്ലെങ്കിൽ എന്റെ ഭാര്യ പോയാല് ഒന്നും സംഭവിക്കില്ല എന്നൊരു രീതിയിൽ എത്തണം. വീട്ടുകാർ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. വീട്ടുകാർ മാത്രം നോക്കിയിട്ട് പോരില്ല, സമൂഹം അംഗീകരിക്കണം. ഇതിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഞങ്ങൾ ഈക്വാലിറ്റി എന്നുള്ളതിന് പകരം ഒരു ജസ്റ്റ് ലെവലിൽ കൊണ്ടുപോവാ. മനസ്സിലായോ? ഇപ്പോൾ സ്ത്രീക്ക് എത്താൻ പറ്റാത്തതാണ് ലോകത്ത് എത്രയോ ജോലികളുണ്ട്. എത്രയോ ജോലികൾ സ്ത്രീകൾക്ക് എത്താൻ പറ്റാത്ത ഇടങ്ങളുണ്ട്. അവിടെയൊക്കെ പുരുഷനാണ് എത്തിപ്പെടുന്നത്. അപ്പോൾ ഇത് എങ്ങനെയായാലും ഈക്വാലിറ്റി എന്നതിനപ്പുറം ജസ്റ്റിസ്, ആ നീതി എന്നുള്ള ലെവലിൽ കൊണ്ടാവുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.